നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വഴിമുട്ടി നിന്നതായി തോന്നിയിട്ടുണ്ടോ? എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദർശനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു ശക്തമായ പ്രഭാഷണത്തിൽ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാലം, ദൈവത്തിൽ നിന്നുള്ളൊരു വാക്കോ വഴികാട്ടലോ ഒന്നുമില്ലാത്തൊരു സമയം, ഭയങ്കരമായൊരു നിശബ്ദത. ഈ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്നാണ്. ഈ പ്രഭാഷണത്തിന്റെ തുടക്കം തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു വാക്യത്തോടെയാണ്. കർത്താവിന്റെ അരുളപ്പാടുകൾ കിട്ടാനില്ല, ദർശനങ്ങളില്ല. സത്യത്തിൽ ദൈവത്തിൽ നിന്നും ഒരു സന്ദേശവും കിട്ടാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ശൂന്യതയൊന്ന് ഓർത്തുനോക്കൂ. അപ്പോ ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. പ്രഭാഷണം ചൂണ്ടിക്കാണിക്കുന്നത് ഞെട്ടിക്കുന്നൊരു പ്രവചനത്തിലേക്കാണ്. ഇതുപോലൊരു ദൗർലഭ്യം, ഒരു ക്ഷാമം വീണ്ടും വരുമെന്ന്. പക്ഷേ ഇത് സാധാരണ നമ്മൾ പറയുന്ന ക്ഷാമം പോലെയല്ല. ഇത് ഭക്ഷണത്തിനോ വെള്ളത്തിനോ വേണ്ടിയുള്ള ക്ഷാമമല്ല. മറിച്ച് ദൈവത്തിന്റെ വാക്ക് കേൾക്കാനുള്ള, ഒരു മാർഗനിർദ്ദേശത്തിനു വേണ്ടിയുള്ള ഒരു തരം വിശപ്പും ദാഹവുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഈ ദർശനമെന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറും സ്വപ്നം കാണുന്നതാണോ? അല്ല. ഈ പ്രഭാഷണത്തിൽ പറയുന്ന ദർശനത്തിന്റെ ചില അടിസ്ഥാന സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു യഥാർത്ഥ ദർശനത്തിന് 3 പ്രധാനപ്പെട്ട സ്വഭാവങ്ങളുണ്ടെന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. ഒന്നാമത്തേത്, അത് ഒരുപക്ഷേ വളരെ ദൂരെയുള്ള ഭാവിയെക്കുറിച്ചായിരിക്കാം. രണ്ടാമത്തേത്, അതിന് വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ടാകും. പിന്നെ മൂന്നാമത്തേത്, അത് സംഭവിക്കാൻ കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇതിലെ ആദ്യത്തെ പോയിന്റ് നമ്മളെ കുറച്ചൊന്ന് അത്ഭുതപ്പെടുത്തിയേക്കാം. ഒരു ദർശനം കിട്ടിയാൽ അത് നാളെയോ മറ്റന്നാളോ നടക്കണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മൾ പോയതിനു ശേഷം ഒരുപക്ഷേ നമ്മുടെ അടുത്ത തലമുറയിലോ അതിനപ്പുറമോ ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പ്രഭാഷണത്തിൽ പറയുന്നത് ദാനിയേലിന്റെ കഥയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ദർശനം അത്ര ഭയാനകവും ഒരുപാട് കാലത്തിനു ശേഷം നടക്കാനിരിക്കുന്നതുമായിരുന്നു. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് ശരിക്കും ശരീരം തളർന്നുപോയി എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് വളരെ രസകരമാണ്. ഒരു ദർശനം എന്ന് പറയുന്നത് വെറുതെ ഒരു സിനിമ കാണുന്ന പോലെയല്ല. അതൊരു കടങ്കഥ പോലെയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് പരിശ്രമിച്ച് കണ്ടെത്തണം. അപ്പോസ്തലനായ പത്രോസിന്റെ കാര്യം നോർത്തു നോക്കൂ. അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടിയപ്പോൾ ഇതെന്താണിത് എന്ന് ചോദിച്ച് ആകെ ആശയക്കുഴപ്പത്തിലായി. അതിന്റെ അർത്ഥമെന്താണെന്ന് അദ്ദേഹം തീവ്രമായി ചിന്തിക്കേണ്ടി വന്നു. അപ്പോ സ്വാഭാവികമായും നമുക്കൊരു സംശയം വരും. ഈ ദർശനങ്ങളൊക്കെ ഇത്ര സങ്കീർണവും ഒരുപാട് കാലം കഴിഞ്ഞു നടക്കാനുള്ളതുമാണെങ്കിൽ പിന്നെ അതുകൊണ്ടിപ്പം നമുക്കെന്താ പ്രയോജനം? എന്തിനാണിതൊക്കെ? അവിടെയാണ് കാര്യം. ദർശനങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് പറയുക എന്നതിലുപരി വളരെ പ്രായോഗികമായ ചില ലക്ഷ്യങ്ങളുണ്ട്. 1. നമുക്ക് ധൈര്യം തരാൻ. 2. ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ. 3. നമുക്കൊരു ദിശാബോധം നൽകാൻ. പിന്നെ കാര്യങ്ങളുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു തരാനും. നമുക്ക് ആദ്യത്തെ പോയിന്റ് എടുക്കാം, ധൈര്യം. കപ്പൽ തകർന്ന് നടുക്കടലിൽ പെട്ടുപോയ അപ്പസ്തോലനായ പൗലോസിന്റെ കഥയാണ് പ്രഭാഷണത്തിൽ ഉദാഹരണമായി പറയുന്നത്. എല്ലാരും പേടിച്ചു വിറച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദർശനം ലഭിച്ചതിനു ശേഷം പൗലോസ് എല്ലാവരോടുമായി പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ, എന്നോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും. നോക്കൂ, ആ ദർശനം കാരണം അദ്ദേഹത്തിന് ആ കപ്പലിലുള്ള എല്ലാവർക്കും പ്രത്യാശ കൊടുക്കാൻ പറ്റി. ഇനി അടുത്ത ഉദ്ദേശം നോക്കാം, ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നത്. ഇത് അതിഗംഭീരമായൊരു ഉദാഹരണമാണ്. പൗലോസിനും അനന്യാസിനും ഒരേ സമയം 2 വ്യത്യസ്ത ദർശനങ്ങൾ കിട്ടുകയാണ്. ഒന്ന്, ഇന്നയാളെ പോയി കാണുകയെന്നും മറ്റൊന്ന്, ഇന്നയാൾ നിന്നെ കാണാൻ വരുമെന്നും. ആ 2 ദർശനങ്ങൾ അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം തന്നെ മറ്റൊന്നായേനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ദർശനമെന്നത് വെറുതെ ഒരു വ്യക്തിപരമായ അനുഭവമല്ല. അതിന് സമൂഹത്തെയും നമ്മുടെ ജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനൊരു ദർശനമില്ലാത്ത അവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും? ഈ പ്രഭാഷണത്തിലെ ഏറ്റവും ശക്തമായ സന്ദേശം ഒരുപക്ഷേ ഇതായിരിക്കും. ദർശനമില്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണമില്ലാത്തവരായി മാറുന്നു. ഒരു ലക്ഷ്യവുമില്ലാതെ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. അതൊരു തരം അരാജകത്വമാണ്. ഇവിടെ ദർശനമെന്ന് പറയുമ്പോൾ കണ്ണടച്ച് സ്വപ്നം കാണുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പ്രഭാഷകൻ അതിനെ സ്വർഗീയ ദർശനമെന്നാണ് വിളിക്കുന്നത്. അതായത്
നമ്മൾ കണ്ണു തുറന്ന് പിടിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു തരം ദൈവീക വെളിപാട്. നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനോ ഇതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ പറ്റാത്തത്ര വ്യക്തമായ ഒരു വഴികാട്ടൽ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു ദർശനത്തിനായി നമ്മൾ ശ്രമിക്കാറുണ്ടോ? അതോ ആ തിരച്ചിൽ നമ്മൾ എപ്പോഴോ നിർത്തിയോ? അങ്ങനെ നിർത്തിയാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് അവസാനം ഈ പ്രഭാഷണം നമ്മളോട് പറയുന്നത് കണ്ണടയ്ക്കാനല്ല, മറിച്ച് കണ്ണു തുറക്കാനാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല, പകരം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ വഴി, നമ്മുടെ പ്രതീക്ഷ ഇതെല്ലാം പുതിയ ദൈവം തുറന്നുതന്ന കണ്ണുകളിലൂടെ കാണാനാണ് ഈ സന്ദേശം നമ്മളെ ക്ഷണിക്കുന്നത്.